കാസർഗോഡ് പരപ്പയിൽ മദ്യലഹരിയിൽ അപകടകരമാം വിധം ജീപ്പ് ഓടിച്ചു വന്ന ഡ്രൈവറെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. തമിഴ്നാട് ധർമ്മപുരി സ്വദേശി ശ്യാംരാജിനെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. പരപ്പ ടൗണിലാണ് സംഭവം. തമിഴ്നാട് രജിസ്ട്രേഷനുള്ള വാഹനവും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. വാഹനത്തിന്റെ ടയർ പൊട്ടിയ നിലയിലാണ്. എഴുന്നേറ്റ് നിൽക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ മദ്യലഹരിയിലായിരുന്നു ഡ്രൈവർ എന്ന് നാട്ടുകാർ പറഞ്ഞു. നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് വെള്ളരിക്കുണ്ട് പോലീസ് സ്ഥലത്തെത്തിയാണ് ഡ്രൈവറെ പിടികൂടിയത്. കെ വി ബൈജു ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ബൈജു, ചേരുന്നുണ്ട് കാസർഗോഡ് നിന്ന് വിവരങ്ങളുമായി. ബൈജു, ഈ മദ്യലഹരിയില് വാഹനം ഓടിക്കുന്നവർ മറ്റു യാത്രക്കാരുടെ ജീവന് ഭീഷണിയാവുകയാണ്. ഇത് എവിടെയായിരുന്നു സംഭവം? എപ്പോഴാണ് ഈ ഡ്രൈവറെ മദ്യലഹരിയിൽ പിടികൂടിയത്? പോലീസ് ഇയാൾക്കെതിരെ എന്ത് നടപടിയാണ് സ്വീകരിച്ചത്? ടോമെ, വെള്ളരിക്കുണ്ട് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പരപ്പയിൽ ഇന്നലെ വൈകിട്ട് 4 മണിയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടായത്. അതായത് ടോം സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്, എഴുന്നേറ്റ് ഇരിക്കാൻ പോലും കഴിയാത്ത ഒരാള് ഒരു വാഹനം ഓടിച്ചാൽ എങ്ങനെ ഇരിക്കും? അതാണ് ഇവിടെ സംഭവിച്ചത്. മാത്രമല്ല, ആ വാഹനത്തിന്റെ ടയർ പൊട്ടിയ നിലയിലായിരുന്നു വാഹനം ഓടിച്ച് ഇത്തരത്തിൽ വരുന്നുണ്ടായത്. അതുകൊണ്ടാണ് നാട്ടുകാർ ഇങ്ങനെ ശ്രദ്ധയിൽപ്പെടുകയും ആ വാഹനം തടയുകയും ചെയ്തത്. പിന്നീട് നോക്കുമ്പോഴാണ് ഇയാൾ ഈ വാഹനത്തിൽ ഉണ്ടായിരുന്ന തമിഴ്നാട് സ്വദേശിയായ ധർമ്മപുരി സ്വദേശി ഡി ശ്യാം രാജ് എന്ന് പറയുന്നയാൾ അത്രത്തോളം മദ്യം കഴിച്ച് വാഹനം ഓടിക്കാൻ പോയി. ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് കാണാം, അയാൾക്ക് ഒന്ന് എഴുന്നേൽക്കാൻ പോലും പറ്റാത്തൊരു അവസ്ഥയാണ്. അങ്ങനെയുള്ള ഒരാളാണ് ഈ വാഹനം ഓടിച്ചിരുന്നത്. അങ്ങനെ നാട്ടുകാർ തടഞ്ഞു വെച്ച് പോലീസ് വെള്ളരിക്കുണ്ട് പോലീസിനെ വിവരം അറിയിക്കുകയും പിന്നീട് പോലീസ് എത്തി ഇയാളെ കസ്റ്റഡിയിൽ എടുക്കുമായിരുന്നു. ഏതായാലും വലിയൊരു അപകടം ഒഴിവായി എന്ന് തന്നെ പറയാം. കാരണം ഇങ്ങനെ ഈ രീതിയിലൊക്കെ വാഹനം ഓടിച്ചാൽ നമുക്കറിയാം, വഴിയിലൂടെ ഒരുപാട് ആളുകൾ നടന്നു പോകുന്നുണ്ട്. അതോടൊപ്പം 4 മണി 5 മണി എന്ന് പറയുമ്പോൾ വിദ്യാർത്ഥികളൊക്കെ പോകുന്ന ഒരു സമയം കൂടിയാണ്. അങ്ങനെയുള്ള ഒരു സമയത്താണ് ഇത്രത്തോളം മദ്യലഹരിയിൽ ഒരു കാർ ജീപ്പും ഇങ്ങനെ റോഡിൽ വരുന്നത്. എന്തായാലും ഇയാൾക്കെതിരെ പോലീസ് ഇപ്പോൾ കേസെടുത്തിട്ടുണ്ട്. അതുകൂടാതെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന് കൈമാറുമെന്ന് പറയുന്നുണ്ട്. ഇയാളുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്ന ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുമെന്നും പറയുന്നുണ്ട് പോലീസ്. ഇയാളുടെ വാഹനവും ഈ താർ ജീപ്പും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇതൊരു തമിഴ്നാട് രജിസ്ട്രേഷനുള്ള വാഹനമാണ്, ഈ താർ ജീപ്പാണ്. ഈ വാഹനത്തിലാണ് ഇയാൾ കിലോമീറ്ററുകളോളം ദൂരം, മലയോര മേഖലയാണ് ഈ പരപ്പ എന്ന് പറയുന്നത്, കിലോമീറ്ററുകളോളം ദൂരമാണ് ഇയാൾ ഈ ഒരു അവസ്ഥയിൽ ഇത്രയും മദ്യലഹരിയിൽ ഈ വാഹനം ഓടിച്ചു വന്നത്. ഇതിനിടയിൽ ഈ ടയർ പൊട്ടിയിട്ടും ഇയാൾ ഈ വാഹനം ഓടുന്നത് തുടർന്നു. അത് ശ്രദ്ധയിൽപ്പെട്ടതോടുകൂടിയാണ് നാട്ടുകാർ ഈ ഒരു വാഹനം തടയുന്നതും പിന്നീട് പോലീസിനെ വിവരം അറിയിക്കുന്നതും. പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുക്കും. എന്തായാലും ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എത്രത്തോളം ഒരു അപകടാവസ്ഥയാണ് ഒഴിവായതെന്ന്. കാരണം ഈ ഒരു അവസ്ഥയിൽ ഇയാൾ കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ അവിടെ ഒരു സ്കൂൾ ഉണ്ട്. ആ സ്കൂളിന്റെ സമീപത്തിന് എത്തുന്നതിന് മുമ്പ് തന്നെ നാട്ടുകാർ ഇങ്ങനെ പിടികൂടുന്ന സാഹചര്യമാണ് ഉണ്ടായത്. എന്തായാലും ഇത് സമാനമായി തന്നെ ഇന്നലെ ഒരു 1:30 രാത്രി പുലർച്ചെ 1:30 ഒരു വാഹനം കാഞ്ഞങ്ങാട് സൗത്തിന് സമാന ഒരു സംഭവം ഉണ്ടായി. ഒരു മദ്യപിച്ച് ലക്കിയിട്ട് ഒരു വാഹനത്തിൽ ഒരു നടു റോഡിൽ വാഹനം നിർത്തുന്ന ഒരു കാര്യം കൂടി പുറത്തു വന്നിട്ടുണ്ട്. ഏതായാലും തൂഫാന്റെ ഭാഗമായി വലിയ പരിശോധന മയക്കുമരുന്നിനെതിരെയൊക്കെ നടക്കുന്ന സമയത്താണ് മദ്യലഹരിയിൽ ഇത്തരത്തിലുള്ള വലിയ തോതിലുള്ള അപകട ഭീഷണി ആയി ആളുകൾ വാഹനമൊക്കെ എടുത്തു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. പോലീസിന്റെ ഭാഗത്തുനിന്ന് രാത്രികാല പെട്രോളിംഗ് ശക്തമാക്കണമെന്ന ഒരു ആവശ്യം ഉയരുന്നുണ്ട്. ഇന്ന് പുലർച്ചയോടുകൂടി 1:30 ഈ ഒരു സംഭവം കാഞ്ഞങ്ങാട് സൗത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇതിൽ പോലീസ് ഇപ്പോൾ കേസെടുത്തിട്ട് കാണുന്നില്ല. നടു റോഡിൽ വാഹനം നിർത്തി, അതായത് വണ്ടി ഓടിച്ച് മുന്നോട്ട് പോകാൻ കഴിയാത്ത വിധം മദ്യലഹരിയിലായിരുന്നു അതിലുണ്ടായിരുന്ന ഡ്രൈവർ ഉൾപ്പെടെയുള്ള ആളുകൾ. പോലീസ് എത്തിയാണ് അതിന്റെ ദൃശ്യങ്ങൾ കൂടി പുറത്തു വന്നിട്ടുണ്ട് ടോം. എന്തായാലും ഈ ഒരു സംഭവത്തിൽ, പരപ്പയിൽ നടന്ന ഈ സംഭവത്തിൽ ഇയാളെ കസ്റ്റഡിയിലെടുത്ത് ഇയാൾക്കെതിരെ കേസെടുത്തു. അതോടൊപ്പം ഇതിൽ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന് ഇത് സംബന്ധിച്ച് കേസ് കൈമാറുമെന്നും പോലീസ് വെള്ളരിക്കുണ്ട് പോലീസ് അറിയിക്കുന്നുണ്ട് ടോം. ഇതെന്തായാലും തമിഴ്നാട് രജിസ്ട്രേഷനിലുള്ള വണ്ടിയാണ്. ഈ ഡ്രൈവർ തമിഴ്നാട് സ്വദേശിയാണല്ലോ. പക്ഷെ ഇയാൾക്കെതിരെ ആ രീതിയിൽ ഒരു നടപടി സ്വീകരിക്കണമെങ്കിൽ, അതായത് ഇയാളുടെ ലൈസൻസ് റദ്ദ് ചെയ്യണമെങ്കിൽ അത് തമിഴ്നാട് മോട്ടോർ വാഹന വകുപ്പിന് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൈമാറേണ്ടതല്ലേ? അത്തരം ഒരു നടപടി പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാകുമോ? അത്തരം നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. അതോടൊപ്പം ഇതിൽ വെള്ളരിക്കുണ്ട് പോലീസ് ഇതിൽ കേസെടുത്തിട്ടുണ്ട്. മദ്യലഹരിയിൽ
മനുഷ്യജീവനെ അപകടമാക്കും വിധം വാഹനം ഓടിച്ചു എന്ന കുറ്റത്തിന് ഇയാൾക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ വാഹനം പിടിച്ചെടുത്തിട്ടുമുണ്ട്. ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ തന്നെയാണ്, വാഹനം വിട്ടു കൊടുത്തിട്ടില്ല. അതിനൊപ്പമാണ് ഈ മറ്റ് മോട്ടോർ വെഹിക്കിളിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു നടപടിയിലേക്ക് കൂടി പോലീസ് ഈ കേസ് കൈമാറുന്നത്. എന്തായാലും അത്തരം നടപടികളും ഉണ്ടാകുമെന്ന് തന്നെയാണ് പോലീസ് പറഞ്ഞത്. നിലവിൽ ഇയാൾക്കെതിരെ ഇപ്പോൾ ഇത്തരത്തിലൊരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. എന്തായാലും തമിഴ്നാട് ധർമ്മപുരി സ്വദേശിയാണ് ഇയാൾ. ശ്യാംരാജ് എന്നാണ് ഇയാളുടെ പേര്. ഇന്നലെ വൈകിട്ട് 4 മണിക്ക് ശേഷമാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. പരപ്പ സ്കൂളിന് തൊട്ട് സമീപത്ത് എത്തുന്നതിന് മുമ്പ് തന്നെ നാട്ടുകാർ ഈ വാഹനം തടയുകയും അയാളെ പിടികൂടുകയുമായിരുന്നു. പിന്നീട് പോലീസിനെ വിവരം അറിയിച്ചതിനെ തുടർന്ന് പോലീസ് എത്തിയ ആ രംഗമാണ് നമ്മൾ കാണുന്നത്, ദൃശ്യങ്ങൾ കാണുന്നത്. ആ ദൃശ്യത്തിൽ തന്നെ ഇയാൾക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പോലും കഴിയാത്ത അത്ര ബുക്കറ്റം മദ്യപിച്ച ഒരു അവസ്ഥയിലാണ് ഇയാൾ ഉണ്ടായിരുന്നത്. എന്തായാലും വലിയൊരു അപകടം ഒഴിവായി എന്ന് പറയേണ്ടി വരും. കാരണം ഒരു ടയർ പൊട്ടിയ വാഹനമാണ്, അതിന് നിയന്ത്രണം സ്വാഭാവികമായും അപ്പോൾ തന്നെ നഷ്ടപ്പെട്ടു. അതോടൊപ്പം ഒരു ബോധവുമില്ലാതെ ആ വാഹനം ഓടിച്ചാൽ എങ്ങനെയായിരിക്കും അവസ്ഥ എന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. എന്തായാലും അയാളെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. മറ്റു നടപടികളും കടക്കുമെന്നാണ് പോലീസ്. അതാണ് എത്ര അപകടകരമായ രീതിയിലാണ് ഇയാൾ ഈ ശ്യാം രാജ് വാഹനം ഓടിച്ചത്. കാസർഗോഡ് പരപ്പയിലാണ് മദ്യലഹരിയിൽ അപകടകരമായ വിധം ജീപ്പ് ഓടിച്ചു വന്ന ഡ്രൈവറെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.